യേശുവിന്റെ സഭയ്ക്കുണ്ടായിരിക്കേണ്ട നാലാമത്തെ പ്രത്യേകതയായ കൂട്ടായ്മ, അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊയിനോനിയ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ കണ്ടു. അതിന്റെ അർത്ഥം പങ്കിടുക, ഷെയറിംഗ് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒന്ന്, നാം പങ്കാളികളാണ്, പാർട്ട്നേഴ്സാണ്, ക്രിസ്തുവിൽ പങ്കാളികളാണ് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായി നമ്മൾ കണ്ടത് യേശുവിന്റെ തിരുരക്ത ശരീരങ്ങളുടെ അടയാളമായിരിക്കുന്ന, നിഴലായിരിക്കുന്ന, ഓർമ്മപ്പെടുത്തലായിരിക്കുന്ന കർത്താവിന്റെ മേശയിൽ നാം പങ്കുചേരുന്ന കൂട്ടായ്മ. അത് രണ്ടാമത്തെ കൂട്ടായ്മയായി, ദൈവസഭയുടെ രണ്ടാമത്തെ കൂട്ടായ്മയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മൂന്നാമതായിട്ട് നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. മൂന്നാമത് നമുക്ക് കൂട്ടായ്മയുള്ളത് റോമാലേഖനം 6-ന്റെ 8-ാമത്തെ വാക്യം. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, കൂടെ ഉയർത്തെഴുന്നേറ്റു, കൂടെ ജീവിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ സ്നാനം എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. സ്നാനപ്പെടുന്നതിന് മുൻപ് ഉറപ്പായിട്ടും നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്ത് അതിനനുസരിച്ച് സ്നാനപ്പെടേണ്ട ഒരു പാസേജാണ് റോമർ 6-ാം അധ്യായം. യേശുവിന്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കുവാൻ, കൂടിച്ചേരുവാൻ, പങ്കാളിയാകുവാൻ, പാർട്ട്ണറാകുവാൻ, ആ കൂട്ടായ്മയിലായി തീരുവാൻ വേണ്ടിയാണ് നാം സ്നാനമേൽക്കുന്നത്. അല്ലാതെ സ്നാനം വെറുമൊരു വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു ചടങ്ങല്ല, ഒരു കുളിയല്ല, ഒരു ഏതെങ്കിലും ആ രീതിയിലുള്ള ഒരു ഭൗതികമായ കേവലം പ്രകടനമല്ല. അത് ഭൗതികമായി ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വലിയ ആത്മീയ അർത്ഥമുണ്ട്. ഈ അർത്ഥം മനസ്സിലാക്കി അത് ഗ്രഹിച്ച് ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുമ്പോൾ, ഞാൻ യേശുവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേൽക്കുമ്പോൾ, യേശുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഉയർപ്പിനോടും ഞാൻ ഏകീഭവിക്കുന്നു, കൂടിച്ചേരുന്നു, പങ്കാളിയായിത്തീരുന്നു എന്ന ആ അറിവോടെ സ്നാനപ്പെടുമ്പോഴാണ് അത് ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ യേശുവിനോട് നാം ഒന്നായി ചേരുന്നു. അപ്പോൾ നമുക്ക് കൂട്ടായ്മ ഉള്ളത്. മൂന്നാമതായി നമ്മൾ കണ്ടാൽ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു, യേശുക്രിസ്തുവിനോട് നമുക്ക് കൂട്ടായ്മയുണ്ട്. റോമർ തന്നെ 8-17 നമുക്ക് വരാം. റോമൻസ് ചാപ്റ്റർ 8:17. നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കൂട്ടവകാശികൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂട്ടവകാശികൾ. അപ്പോൾ യേശുവിനോട് നാം എന്തായിത്തീരുന്നു? അവകാശികളായിത്തീരുന്നു. യേശുവിനോട് ഒന്നായി ചേരുമ്പോൾ, യേശുവുമായി കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ, യേശുക്രിസ്തുവുമായി സ്നാനത്തിലൂടെ നാം കൂട്ടാളികളായിത്തീരുമ്പോൾ, പങ്കാളികളായിത്തീരുമ്പോൾ, നമ്മൾ എന്തിനു കൂടെ പങ്കാളികളായിത്തീർന്നു? യേശുവിലുള്ള അവകാശത്തിന് കൂടെ നാം പങ്കാളികളായിത്തീരുന്നു. ക്രിസ്തുവിന്റെ അവകാശത്തിന് കൂടെ, ഇൻഹെറിറ്റൻസിന് കൂടെ നാം ഇൻഹെറിറ്റേഴ്സ് കൂടെ ആയി മാറുകയാണ്. കർത്താവിന്റെ അവകാശികൾ. യേശുവിന് എന്തൊക്കെ അവകാശമുണ്ടോ അതിലൊക്കെ നമുക്കും എന്ത് കിട്ടുന്നു? അവകാശം കിട്ടുന്നു. അവകാശമുള്ളവരായി മാറുന്നു. അതാണ് യേശുവുമായി നാം കൂട്ടായ്മയുള്ളപ്പോൾ യേശുവിന്റെ അവകാശത്തിലും നാം കൂട്ടാളികളായി തീരുകയാണ്. മാത്രമല്ല ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ അവകാശികൾ. യേശുവിന് പിതാവായ ദൈവത്തോട് ബന്ധത്തിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതിലെല്ലാം നമുക്കും എന്ത് കിട്ടി? അവകാശം കിട്ടി. ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അതെങ്ങനെ കിട്ടിയത്? ക്രിസ്തുവിനോടുള്ള പങ്കാളിത്തത്തിൽ, യേശുവിനോടുള്ള ഷെയറിൽ, യേശുവിനോടുള്ള പാർട്ട്ണർഷിപ്പിലാണ് നമുക്ക് ആ അവകാശത്തിന് നാം അർഹരായി തീർന്നത്. അടുത്ത് പറയുന്ന, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം കൂടെ അതിനകത്ത് നമ്മെ ഞെട്ടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ, അറിയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ മറന്നു പോകരുത്. ക്രിസ്തുവിനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടേണ്ടവരാണ്. നാം യേശുവിന്റെ അടക്കത്തിൽ പങ്കാളികളായെങ്കിൽ, മരണത്തിലും അടക്കത്തിലും പങ്കാളികളായെങ്കിൽ, പുനരുദ്ധാനത്തിൽ പങ്കാളികളായെങ്കിൽ, യേശുവിന്റെ തേജസ്കരണത്തിലും നാം എന്താകും? പങ്കാളികളാകും. യേശു തേജസ്കരിക്കപ്പെട്ടതുപോലെ നാമും തേജസ്കരിക്കപ്പെടും. ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, തേജസ്കരിക്കപ്പെട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. ഗ്ലോറിഫൈഡ് ബോഡി ആയിരുന്നു യേശുവിൻ്റെത്. അതുപോലെ നാമും തേജസ്കരിക്കപ്പെടും. യേശുവിനോടുകൂടെ നാമും തേജസ്കരിക്കപ്പെടും. പക്ഷെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. യേശുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇനി യേശു ക്രൂശിൽ മരിച്ചതുപോലെ നമുക്കും ചെന്ന് ആ കർത്താവിനോട് കൂടെ ചേർന്ന് ക്രൂശിൽ മരിക്കാനായിട്ട് പറ്റത്തില്ല. യേശു ഓൾറെഡി മരിച്ചു, പീഡകളെല്ലാം അനുഭവിച്ചു.
കർത്താവ് തന്റെ ശിഷ്യന്മാരോടുകൂടെ അവസാന പെസഹ ആചരിച്ച് ആദ്യത്തെ കർത്തൃമേശ ആ, കർത്താവിന്റെ ശിഷ്യന്മാരോടുകൂടെ പങ്കിട്ട് അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് കർത്താവ് ഗതസമനത്തോട്ടത്തിലേക്ക് പോയി രക്തം വിയർപ്പ് തുള്ളികളായി വീഴുന്ന വിധത്തിൽ അതിവേദനയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ അവിടെ മുതൽ ആ, ആ, മഹാപുരോഹിതന്റെ പടയാളികൾ വന്ന് പിടിച്ച് മഹാപുരോഹിതന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. അടിച്ചും ഉപദ്രവിച്ചും ബന്ധിച്ചുമാണ് കൊണ്ടുപോകുന്നത്. പീഡ, ഘോരമായ പീഡ, കഠിനമായ പീഡ യേശു അനുഭവിക്കുകയാണ്. നമുക്ക് ആ പീഡയിൽ പങ്കാളികളാകാനായിട്ട് പറ്റത്തില്ല, കാരണം അത് ഓൾറെഡി കഴിഞ്ഞുപോയി. പക്ഷെ കർത്താവിനോട് കൂടെ നാം കഷ്ടം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ, യേശുക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ, കർത്താവ് ആ പീഡകളെല്ലാം സഹിച്ച് തന്റെ ശരീരം മുഴുവനും പിലാത്തോസിന്റെ കൽപ്പന അനുസരിച്ച് ചാട്ടവാറടികളാൽ തകർന്ന് ആ റോമൻ പടയാളികൾ യേശുവിനെ ക്രൂശിച്ച്, അന്നത്തെ യഹൂദന്മാരും മഹാപുരോഹിതന്മാരും സദൂക്യരും ഒക്കെ ചേർന്ന് യേശുവിനെതിരെ നടത്തിയ ഗൂഢാലോചനകളൊക്കെ അതിന്റെ എല്ലാം പരിണിത ഫലമായി കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ ഈ ഭൂമിയിലെ കഷ്ടത, പീഡ അവസാനിക്കുകയാണ്. അക്ഷരാർത്ഥത്തിലുള്ള പീഡ അവസാനിക്കുകയാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യേശുവിനോ വേണ്ടി ജീവിക്കാൻ, യേശുവിനോട് കൂടെ ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചത് മുതൽ അതു നിമിത്തം, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചത് നിമിത്തം നാം എന്തൊക്കെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുവോ, വേദനകളിലൂടെ കടന്നു പോകുന്നുവോ, അപ്പോഴും കൃപയിൽ നിലനിൽക്കുന്നിടത്തോളം, യേശുവിനെ തള്ളിപ്പറയാത്തിടത്തോളം, വിശ്വാസ ജീവിതത്തിൽ പുറകോട്ട് പോകാത്തിടത്തോളം, പിന്മാറാത്തിടത്തോളം നാം കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നതായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരാള് എന്നെ തെറി പറഞ്ഞാൽ, എന്നെ അധിക്ഷേപിച്ചാൽ, എന്നെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചാൽ എനിക്ക് പകരം ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ പകരം ചെയ്യുമായിരുന്നു. എപ്പോഴാ? രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം നിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം, ഞാനൊരു ദൈവ പൈതലാണ്, ലോകമനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല, ഞാൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനായിരിക്കണം എന്ന തിരിച്ചറിവോടെ ഈ നിന്ദയും അപമാനവും ഉപദ്രവവും, അത് ഭൗതിക ശാരീരിക ഉപദ്രവമാകട്ടെ, മാനസിക ഉപദ്രവമാകട്ടെ, ഒറ്റപ്പെടുത്തൽ പോലുള്ള അവസ്ഥകളാകട്ടെ, അല്ലെങ്കിൽ നിന്ദകളാകട്ടെ, ഇതെല്ലാം ഞാനൊരു ദൈവവൈതലായതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം ഞാൻ തിരിച്ച് പ്രതികരിക്കാതെ സഹിക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ യേശുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ഇന്ന് കഷ്ടം അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഇത് മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷ വേല നിമിത്തം മാത്രമല്ല കഷ്ടം ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും സുവിശേഷം അറിയിക്കുമ്പോൾ നമുക്ക് അത് നിമിത്തം പീഡകൾ ഉണ്ടാകും, ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതിനോട് നാം അതേ രീതിയിൽ ലോകപ്രകാരമല്ല പ്രതികരിക്കുന്നത്, നാം സഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിന് തീർച്ചയായും പ്രതിഫലമുണ്ട്. കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുവാൻ വേണ്ടിയാണ് ആ കഷ്ടങ്ങൾ. എന്നാൽ ഒരു ദൈവവൈതൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ജോലി ചെയ്യുന്ന ഇടത്ത്, നമ്മുടെ സമൂഹത്തിൽ നാം ഒരു ദൈവവൈതൽ എന്ന ബോധ്യത്തോടുകൂടെ കഷ്ടത സഹിക്കുന്നു എങ്കിൽ എനിക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതുപോലെ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സമൂഹത്തെ എനിക്ക് പല രീതിയിൽ അതിനോട് പ്രതികരിച്ച് എനിക്ക് ജയിക്കാനായിട്ട് കഴിയും. പക്ഷേ ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായതുകൊണ്ട് ഞാനത് ചെയ്യുകയില്ല എന്ന് ആ മനോഭാവത്തോടെ അതെല്ലാം നാം സഹിക്കുന്നു എങ്കിൽ ദൈവം അതിനെ കണക്കിടുന്നത് ക്രിസ്തുവിനോടുകൂടെ നാം കഷ്ടം സഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിനോടുകൂടെ നാം കഷ്ടം അനുഭവിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ നാം എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂട്ടായ്മയുള്ളത് യേശുവിന്റെ വേദനകളിൽ മാത്രമല്ല, ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനങ്ങളോട് കൂടെ മാത്രമല്ല, യേശുവിനോടുകൂടെ നമുക്ക് കൂട്ടായ്മയുണ്ടെന്ന് പറയുമ്പോൾ യേശുവിന്റെ കഷ്ടങ്ങളിലും നമ്മൾ കൂട്ടാളികളാണ്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവസഭയ്ക്ക് വേണ്ടി അവന്റെ കഷ്ടങ്ങളിൽ ശേഷിച്ചവ ഞാൻ പൂരിപ്പിക്കുന്നു എന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം യേശു സഹിച്ച കഷ്ടങ്ങൾ പൂർണ്ണമല്ല എന്നല്ല. ഈ കാലഘട്ടത്തിൽ യേശു നമുക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു. ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട്, പൂർണ്ണമായും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം കർത്താവിന്റെ ഭാഗത്തു നിന്ന് ചെയ്തു. ദൈവത്തിന്റെ ഭാഗത്തു നിന്ന്, യേശുക്രിസ്തുവിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ രക്ഷയ്ക്കായി ചെയ്യാനുള്ളതെല്ലാം കർത്താവ് ചെയ്തു.
എന്നിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എല്ലായിടങ്ങളിലും പോയി എൻ്റെ സാക്ഷികളാകണം, ഭൂമിയിൽ എല്ലായിടത്തും എൻ്റെ സാക്ഷികളാകണം. ആ സാക്ഷികളാകുമ്പോൾ ദൈവസഭയ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന വേദനകൾ കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നതായിട്ടാണ് ദൈവം കണക്കിടുന്നത്. അതാണ് യേശുവിന്റെ കഷ്ടങ്ങളിൽ ശേഷമുള്ളവ പൂരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞു. എന്നിട്ട് മറ്റുള്ളവരെ ഈ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ, യേശുവിലേക്ക് ആനയിക്കുവാൻ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിമിത്തം അനുഭവിക്കുന്ന കഷ്ടങ്ങളെയാണ് കഷ്ടങ്ങളിൽ ശേഷമുള്ളവ പൂരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു ചെയ്യുന്നു എന്ന ആശയത്തിലല്ല. യേശു രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല ചെയ്തു കഴിഞ്ഞു. ഇനി ചിലരെ രക്ഷയിലേക്ക്, ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ അനുഭവിക്കേണ്ട ചില വേദനകൾ, വെല്ലുവിളികൾ, കഷ്ടതകൾ ഞാൻ സന്തോഷത്തോടെ സഹിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ കർത്താവിന്റെ കഷ്ടങ്ങളിൽ നാം പങ്കാളികളാകുമ്പോൾ നാം കർത്താവിന്റെ അവകാശങ്ങളിലും പങ്കാളികളായി തീരുകയാണ്. യേശു ക്രിസ്തുവിന് എന്തെല്ലാം വെളിച്ചത്തിൽ വിശുദ്ധന്മാർക്കുള്ള അവകാശമെന്ന് തിരുവെഴുത്തിൽ നമ്മൾ കാണുകയാണ്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വെളിച്ചത്തിൽ എന്ന് പറയുന്നത് നിത്യമായ വെളിച്ചത്തിൽ, അവിടെ രാത്രി അവിടെ ഇല്ലല്ലോ എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ നിത്യമായ വെളിച്ചത്തിൽ നമുക്കുള്ള അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ആ അവകാശങ്ങൾക്കായിട്ടാണ് നാം ഇന്ന് കർത്താവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായിത്തീരുന്നത്. അപ്പോൾ യേശുവിന്റെ അനുഗ്രഹങ്ങളിലും നാം അവകാശികളായി മാറുന്നു. കർത്താവിന്റെ തേജസ്സിലും നാം പങ്കാളികളായി തീരുന്നു. അതാണ് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ. അപ്പൊ മൂന്നാമത്തെ കൂട്ടായ്മ നാം കാണുന്നത് യേശുക്രിസ്തുവുമായുള്ള കൂട്ടായ്മയാണ്. ഇനി നാലാമത്തെ നമ്മുടെ കൂട്ടായ്മ, ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട കൂട്ടായ്മ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയാണ്. 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 14 വാക്യം, 1 Corinthians chapter 13 verse അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആകയാൽ പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ 2 കൊരിന്ത്യർ 11:14 ആയിരിക്കണം. നോക്കട്ടെ. Yeah, sorry, 2 കൊരിന്ത്യർ 13:14 വാക്യം. 2 Corinthians chapter 13 verse 14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ ബെനഡിക്ഷന് സാധാരണ പറയാറുള്ള ഒരു വാക്യമാണത്, ആശീർവാദമായിട്ട് പറയാറുള്ള ഒരു വാക്യം. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ദൈവസഭയ്ക്കുണ്ടായിരിക്കേണ്ട നാലാമത്തെ കൂട്ടായ്മയാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പരിശുദ്ധാത്മാവ്, ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവെന്ന വിഷയം വളരെ വലിയൊരു വിഷയമാണ്. ന്യൂമറ്റോളജി, പരിശുദ്ധാത്മ ശാസ്ത്രം എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാൻ കഴിയുന്ന വലിയൊരു വിഷയമാണ്. നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുക എന്നുള്ളത് തിരുവെഴുത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വിവിധ അനുഭവങ്ങളെ കുറിച്ച് ഞാൻ മുൻപ് പരിശുദ്ധാത്മാവെന്ന വിഷയം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കിട്ടപ്പോൾ ഓർപ്പിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ വിവിധ അനുഭവങ്ങൾ. ആത്മാവിന്റെ നിറവുണ്ട്, ആത്മാവിന്റെ അച്ചാരമുണ്ട്, ആത്മാവിന്റെ മുദ്രയുണ്ട്, ആത്മാവിന്റെ അഭിഷേകമുണ്ട്, ആത്മസ്നാനമുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ആത്മാവിന്റെ വരങ്ങളുണ്ട്, ആത്മഫലമുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മയിൽ ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? സഭയെ ഒരുക്കുവാൻ വേണ്ടിയാണ്. ദൈവസഭയെ മണവാട്ടിയായി കർത്താവിന് മുൻപാകെ കാണുവാൻ തക്കവണ്ണം ഒരുക്കുവാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഒരുക്കുന്നത്? നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച്, കുറവുകളെ ചൂണ്ടിക്കാണിച്ച്, നമ്മെ കറക്റ്റ് ചെയ്യാൻ ഉപദേശിച്ച്, പ്രബോധിപ്പിച്ച് നമ്മെ നടത്തി, ദൈവസഭയെ നടത്തി കർത്താവിന്റെ വരവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരുക്കുകയാണ്. അങ്ങനെ ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആത്മാവിന്റെ കൂട്ടായ്മയുടെ ഭാഗമായാണ് ഇതെല്ലാം നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ജീവിക്കും നിശ്ചയം. ആമേൻ. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ ഞാൻ ജീവിക്കും നിശ്ചയം. അപ്പോൾ ആത്മാവിനെ അനുസരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ
കെടുക്കരുത്, ക്വെഞ്ച് നോട്ട് ദ സ്പിരിറ്റ് എന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനോട് മറുതലിച്ചു നിൽക്കരുത്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. മറ്റെല്ലാ ദൂഷണവും ക്ഷമിക്കും, ആത്മാവിനെതിരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അനുഭവിച്ച് ദൈവസഭ നടക്കേണ്ട വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് തിരുവെഴുത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അവൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ഞാൻ നിങ്ങളെ ഉപദേശിച്ചതൊക്കെയും ഓർമ്മിപ്പിച്ചു തരും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കൂടെയിരിക്കും, അവസാനത്തോളം കൂടെയിരിക്കും. യേശു പഠിപ്പിച്ചത് ഓർമ്മിപ്പിച്ചു തരും. പിന്നെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയും. മാത്രമല്ല, അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാരക്ലീറ്റോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യസ്ഥൻ എന്ന ആശയത്തിന്. അതിന് മധ്യസ്ഥൻ എന്ന്, അഡ്വക്കേറ്റ് എന്ന ആശയമുണ്ട്, നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ എന്ന ആശയമുണ്ട്, കൗൺസിലർ എന്ന ആശയമുണ്ട്, ഉപദേശകൻ എന്ന ആശയമുണ്ട്, പിന്നെ കംഫർട്ടർ എന്ന ആശയമുണ്ട്, ആശ്വാസകൻ, നമുക്ക് ആശ്വാസം നൽകുന്നവൻ എന്ന ആ അർത്ഥം അതിനകത്തുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസകനായി, നമ്മുടെ ടീച്ചറായി, നമ്മുടെ കൗൺസിലറായി, നമ്മുടെ അഡ്വക്കേറ്റായി, ലോകാവസാനത്തോളം അല്ലെങ്കിൽ കർത്താവിന്റെ വരവോളം ദൈവസഭയോട് കൂടെ ഇരിക്കുന്നു, നമ്മോട് കൂടെ ഇരിക്കുന്നു. ഈ കൂടെ ഇരിക്കുന്ന, നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് മറുതലിക്കരുത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നാം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പല അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. അപ്പോൺ അസ്, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദൈവം പകരുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകരുന്നു. ഇന്നസ്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകരുന്നു. പിന്നെ പരിശുദ്ധാത്മാവിനെ നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് വിത്തസ്, 3 അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. ഇങ്ങനെ 3 അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവുമായി നമുക്ക് കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസഭയെ കർത്താവിനായി ഒരുക്കി തന്റെ വരവിങ്കലേക്ക് തന്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം പ്രാപ്തരാകേണ്ടതിന് നമ്മോടുകൂടെ ആയിരിക്കുവാൻ ദൈവമാക്കിയിരിക്കുന്ന കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, കേവലം ശക്തിയല്ല. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. Holy Spirit has power, but he is not mere power. He is not a mere power. വെറും ഒരു ശക്തിയല്ല പരിശുദ്ധാത്മാവ്. But Holy Spirit has power. പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. He is a person. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ദൈവം 3 വ്യക്തിത്വങ്ങളായാണ് വെളിപ്പെടുന്നത്. God appears or God manifests himself in 3 persons or in 3 personalities. Father, the Son and the Holy Spirit. The Father, the Son and the Holy Spirit. 3 വ്യക്തിത്വങ്ങളായി, 3 വ്യക്തികളായി ദൈവം വെളിപ്പെടുന്നു. ഒരു ദൈവം. God is one in essence. ദൈവം സാരാംശത്തിൽ, തത്വത്തിൽ ഒരുവനാണ്. ആ ഒരുവനായ ദൈവം 3 വ്യക്തിത്വങ്ങളായി വെളിപ്പെടുമ്പോൾ അതിൽ 3 വ്യക്തിത്വങ്ങളും ഈക്വലാണ്, തുല്യരാണ്. ആ തുല്യ വ്യക്തിത്വങ്ങളിൽ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്, ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് ദൈവം വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുമായി നമുക്ക് എന്തുണ്ട്? ഫെലോഷിപ്പ് ഉണ്ട്, കൊയിനോനിയയുണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, പങ്കാളിത്തമുണ്ട്. ഹല്ലേലൂയ. ആത്മാവിനെ അനുസരിച്ച്, ആത്മാവിനോട് ചേർന്ന്, ആത്മാവ് നമ്മുടെ ഉള്ളിലായിരിക്കുന്ന അനുഭവത്തെ മനസ്സിലാക്കി, ആത്മാവ് നമ്മുടെ മേൽ വസിക്കുന്നു എന്നത് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ ആത്മാവിനോടുള്ള പങ്കാളിത്തത്തിൽ വളരുവാൻ, കൂട്ടായ്മയിൽ വർദ്ധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നാം കേട്ടതുപോലെ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയിൽ വളർന്ന് കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.